നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. 76ാം റിപ്പബ്ലിക് ആഘോഷിച്ച് രാജ്യം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദില്ലിയിൽ നടന്ന പരേഡ് രാജ്യത്തിന്റെ സൈനിക കരുത്തും പാരമ്പര്യത്തിന്റെ പ്രൌഢിയും വിളിച്ചോതുന്നതായി. ജാതിമത വർഗീയതയുടെയും മറ്റു തരത്തിലുള്ള വിഭജനങ്ങളുടെയും വിഷവിത്തുക്കൾ വളരാൻ അനുവദിച്ചുകൂടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് മദ്യവില വർദ്ധിപ്പിച്ചു. ഓരോ കുപ്പിക്കും ശരാശരി 10% വരെ വില വർദ്ധിക്കും. വില വർധന നാളെ നിലവിൽ വരും. സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം. റേഷൻ വിതരണം തടസ്സപ്പെടും. മുണ്ടൂർ മെഡിക്കൽ കോളേജ് റോഡിൽ ചൈന ബസാറിൽ ബൈക്ക് തെന്നിമറിഞ്ഞ് 1.5 വയസ്സുകാരി മരിച്ചു. വരടിയം കമ്മട്ടിക്കാട്ടിൽ സന്ദീപിന്റെ മകൾ ദർശനയാണ് മരിച്ചത്. നിർമ്മാണം നടക്കുന്ന റോഡിൽ മണ്ണിൽ തെന്നിയാണ് ബൈക്ക് മറിഞ്ഞതെന്ന് സൂചന. പ്രശസ്ത സംവിധായകൻ ഷാഫി അന്തരിച്ചു. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിട പറഞ്ഞത് ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ. തലപ്പിള്ളി താലൂക്ക് അങ്കണത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരെ നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഒരാഴ്ചയ്ക്കകം സംസ്ഥാന പ്രസിഡന്റിനെയും പ്രഖ്യാപിച്ചേക്കും. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ചെറിയാനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യത. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവം മാള ഹോളി ഗ്രേസ് കോളേജിൽ തുടരുന്നു. നാളെ മോഹിനിയാട്ടം, നാടോടി നൃത്തം, കേരള നടനം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. തൃശൂർ സിറ്റി പോലീസിന്റെ നൂതന AI പവേർഡ് CCTV അനാലിസിസ് സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ചാലക്കുടി നഗരസഭ അങ്കണത്തിൽ ചെയർമാൻ ഇൻചാർജ് ആലീസ് ഷിബു പതാക ഉയർത്തി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു ചെറിയത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ ചെയർമാൻ M കൃഷ്ണദാസ് ദേശീയ പതാക ഉയർത്തി. ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനൂജ് പുഷ്പഹാരം അണിയിച്ചു. വടക്കാഞ്ചേരി ബാർ അസോസിയേഷനും കോടതികളും സംയുക്തമായി സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷം സ്പെഷ്യൽ ജഡ്ജ് R മിനി ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC എൽദോൺ അധ്യക്ഷനായി. മാള തെക്കൻ താണശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ അമ്പുതിരുനാളിന്റെ ഭാഗമായി കുഴൂരിന്റെ സാംസ്കാരികോത്സവമായ അമ്പ് ഗ്രാമത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച വരെ നടക്കുന്ന അമ്പുഗ്രാമത്തിൽ വ്യാപാരമേള, അമ്യൂസ്മെന്റ് പാർക്ക്, കലാപരിപാടികൾ, ഭക്ഷ്യമേള എന്നിവ ഒരുക്കിയിട്ടുണ്ട്. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ അമ്പുതിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. നാളെ രാവിലെ നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മൂന്നുമുറി തിരുനാളിനോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മ ഒരുക്കിയ അമ്പ് ഫെസ്റ്റ് വർണ്ണാഭമായി. മെഗാ ഘോഷയാത്ര മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഫ്ളാഗ് ഓഫ് ചെയ്തു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് ഇടവക പള്ളിയുടെ നവദൈവാലയത്തിന്റെ കട്ടിളവെപ്പ് കർമ്മം തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നിലങ്കാവൽ നിർവഹിച്ചു. വികാരി ഫാദർ ജോജു ചിരിയൻ കണ്ടത്ത്, ഫാദർ ബാബു ചിരിയൻ കണ്ടത്ത് എന്നിവർ സഹകാർമ്മികരായി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംവാദം സംഘടിപ്പിച്ചു. മാധ്യമ പ്രവർത്തകൻ ശ്രീജിത്ത് പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി തപസ്യയുടെ 2ാമത്തെ പുസ്തക പ്രകാശനം ഗുരുവായൂർ ബ്രഹ്മകുളത്ത് നടന്നു. മൈ മാജിക് പെൻസിൽ എന്ന പുസ്തകം ഗോകുലം ഗോപാലൻ പ്രകാശനം ചെയ്തു. മാടകത്തറ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷത വഹിച്ചു.
തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ഗുരുവായൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയുടെ കരടുരേഖ അവതരിപ്പിക്കുന്നതിനായി കൊടകര പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വരന്തരപ്പള്ളിയിൽ നടന്നു. ജാഥ ക്യാപ്റ്റൻ ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി വി ഇല്യാസ് ഫൈസി പതാക കൈമാറി. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പ്രസിഡന്റ് OKR മണികണ്ഠൻ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏങ്ങണ്ടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുൻപിൽ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട പതാക ഉയർത്തി. CV തുളസീദാസ്, ഘോഷ് തുഷാര തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സ്ക്വയറിൽ പതാക ഉയർത്തി. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന ദേശീയ പതാക ഉയർത്തി. അന്തിക്കാട് പഞ്ചായത്തിലെ വയോജന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് അധ്യക്ഷത വഹിച്ചു. പുല്ലഴി ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിന്റെ വാർഷികാഘോഷം സംവിധായകൻ ഹരി P. നായർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ മീര വർമ്മ അധ്യക്ഷത വഹിച്ചു. തൃപ്രയാർ താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടികയറി. ഫാദർ ജോസഫ് അന്തിക്കാട്ട് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 31 ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താന്യം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പെരിങ്ങോട്ടുകരയിൽ നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. കരിയന്നൂർ സെന്ററിൽ നടന്ന മേഖലാതല ഉദ്ഘാടനം CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് നിർവഹിച്ചു. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. തൊയക്കാവ് കുരിശുപള്ളി സെന്ററിൽ മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. എളവള്ളി മമ്മായിൽ CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. PG വാഴാനി ടൂറിസം കോറിഡോർ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി അന്തിമഘട്ടത്തിലേക്ക്. മാടക്കത്തറ പൊങ്ങണംകാട് മുതൽ തെക്കുംകര പഞ്ചായത്തിലെ കരുമത്ര വരെയുള്ള റോഡാണ് 62 കോടി രൂപ ചിലവഴിച്ച് നവീകരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ദേവസ്വം ഓഫീസിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. എടതിരുത്തി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്കായി വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നിർധനർക്ക് അരി വിതരണം ചെയ്ത് അയ്യന്തോൾ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മ. 5 കിലോ അരി വീതമാണ് പ്രദേശത്തെ 77 പേർക്ക് വിതരണം ചെയ്തത്. പരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് നടന്നു. ആറാട്ടിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ഗുരുവായൂർ പോലീസ് SHO C. പ്രേമാനന്ദകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. 3 ദിവസം മുമ്പ് കാണാതായ മധ്യവയസ്കരെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സേലം സ്വദേശിയും ചിറ്റണ്ടയിൽ സ്ഥിരതാമസക്കാരനുമായ 54 വയസ്സുള്ള മുത്തുസ്വാമി എന്നയാളെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാള തെക്കൻ താണിശ്ശേരി പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിനിടയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ഗുണ്ടു പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. കുഴൂർ പാറേക്കാടൻ വീട്ടിൽ 55 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. ഇരിങ്ങാലക്കുട കാട്ടുമുച്ചിറയിലുള്ള റൂറൽ ആസ്ഥാനത്ത് റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ പതാക ഉയർത്തി. ഇരിങ്ങാലക്കുട നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. നഗരസഭാ മൈതാനത്ത് ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ദേശീയ പതാക ഉയർത്തി. വ്യാജ സ്വർണം നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്നയാളെ കോതമംഗലത്ത് നിന്ന് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻപുര സ്വദേശി പറക്കുടിയിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത്.
വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദിയുടെ ഭാഗമായി പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടി. സൌഹൃദ സംഗമത്തിന് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അധ്യക്ഷനായി. വേലൂർ പള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വേലൂർ ചുങ്കം വാഴപ്പള്ളി ചാക്കോച്ചനാണ് പരിക്കേറ്റത്. തിരുവത്ര അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് റിപ്പബ്ലിക് ദിനത്തിൽ സൌജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. N.K. അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 5ാം വാർഡ് ADS വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.